തണൽ ഭിന്നശേഷി വിദ്യാലയത്തിലെ പ്രവേശനോത്സവം വിവിധ കലാപരിപാടികളോടെ സംഘടിപ്പിച്ചു. വടകരയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഭിന്നശേഷിയുള്ള കുട്ടികളെയും ഭിന്നശേഷി ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന കുട്ടികളെയും കണ്ടെത്തി ചികിത്സയും വിദ്യാഭ്യാസ സൗകര്യങ്ങളും ലഭ്യമാക്കുന്നതിനായി തണൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പുകളുടെ ഭാഗമായി ഈ വർഷം വിവിധ വിഭാഗങ്ങളിലായി 100-ലധികം കുട്ടികൾ സെന്ററിൽ പ്രവേശനം നേടി. സ്കൂൾ പ്രവേശനോത്സവം പ്രമുഖ വ്യവസായി കുമാരൻ കുമാരാട്ട ഉദ്ഘാടനം ചെയ്തു. എത്ര പ്രസംഗിച്ചാൽ മതിയാവില്ല. ഞാൻ ഈ വേദിയിലേക്ക് വരുന്ന ഇന്നൊരു ബ്ലഡ് ടെസ്റ്റിന് വരുന്നപ്പോൾ ഇയാളിപ്പോൾ വിളിച്ച ഇതുവരെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. ആകെക്കൂടെ ക്ഷീണം പിടിച്ചിട്ടാണ്. കാരണം ഞാൻ എന്നെ ഈ ഉദ്ഘാടനത്തിന് ക്ഷണിച്ച് ഞാനിത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കും. വൊക്കേഷണൽ സെന്റർ പ്രവേശന ഉദ്ഘാടനം വടകര സർക്കിൾ ഇൻസ്പെക്ടർ ദിനേശ് എവി നിർവഹിച്ചു. ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ തന്നെ പല രക്ഷകർത്താക്കൾ പരാതികളായിട്ട് വരുന്നുണ്ട്. അതായത് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന കുട്ടികൾ ഫോൺ താഴെ വെക്കുന്നില്ല എന്നുള്ള പരാതിയുമായിട്ട് എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് രക്ഷകർത്താക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഇവിടെയുള്ള രക്ഷകർത്താക്കളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഏതെങ്കിലും വലിയ ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ പലവട്ടം കണ്ടിട്ടുണ്ട്. 1ഉം 2ഉം വയസ്സും പ്രായമുള്ള കുട്ടികളെ എടുത്തിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ ഭക്ഷണം കഴിക്കാൻ വിടില്ല. കാരണം എന്താ, അവർ കുരുത്തക്കേട് കളിക്കും, അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും ചാടും ഒക്കെ ചെയ്യും. അപ്പോൾ അവരെയൊക്കെ സൈലൻ്റ് ആക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗം എന്താണെന്ന് വെച്ചാൽ അവരെ കയ്യിലൊരു ഫോൺ കൊടുത്താൽ മതി. അവർ പിന്നെ ഒരക്ഷരം മിണ്ടൂല, ഒരു കുരുത്തക്കേടും കളിക്കില്ല. അപ്പോൾ കുരുത്തക്കേട് കളിക്കാതിരിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് നമ്മുടെ രക്ഷകർത്താക്കൾ മൊബൈൽ ഫോണിനെ കാണുമ്പോൾ അതിൽ വലിയൊരു പ്രത്യാഘാതം ആ കുട്ടി ഭാവിയിൽ നേരിടാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ഇത് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം, ഒരു ദിവസത്തെ അവരുടെ ജീവിതം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് അവർ സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു, വൈകുന്നേരം വന്ന് കളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു എന്നുള്ള അവരുടെ ആ ഒരു ദിവസം, അത് ഒരു വിദ്യാർത്ഥിയുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങളാണ് ഇതെല്ലാം. അതിൻ്റെ ഇടയിലേക്ക് ഈ മൊബൈൽ ഫോണുകളും അതുപോലെ തന്നെ കാർട്ടൂൺ ഗെയിമുകളൊക്കെ വരുന്ന അവസരത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു ദിശ അല്ലെങ്കിൽ രീതി താളം തെറ്റുന്ന രീതിയിലേക്ക് വരും എന്നുള്ളതാണ്. അവർക്ക് കളിക്കാൻ സമയമില്ല, ഭക്ഷണം കഴിക്കാൻ സമയമില്ല, ഉറങ്ങാൻ സമയമില്ലാത്ത രീതിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അവരുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് വലിയ അപാകതകൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവരെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണമെങ്കിൽ ഈ ചെറുപ്പകാലത്ത് തന്നെ ഇതിനെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കണമെന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ വീട്ടിലുള്ള പല അമ്മമാരും മക്കളെ ഇത്തരത്തിൽ വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവരെ കുരുത്തക്കേട് കളിക്കാതിരിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസ്റ്റോറൻറ്റിൽ പോകുന്ന കുട്ടികളെ സൈലൻ്റ് ആക്കാൻ ചെയ്യുന്നത് പോലെ നമ്മുടെ വീടുകളിലും ഇത്തരത്തിലുള്ള കുട്ടി ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ ഫോൺ എടുത്തിട്ട് കയ്യിൽ കൊടുക്കണം. എന്നാൽ പിന്നെ നമ്മൾ എന്ത് വാരിയിട്ട്, ഇനി മണ്ണ് വാരിയിട്ട് വായിലിട്ട് കൊടുത്താലും കുട്ടി ചിലപ്പോൾ തിന്നുപോകും. കാരണം ആ കുട്ടിക്ക് ശ്രദ്ധ ഇതിൽ മാത്രമാണ്. അപ്പോൾ അത് വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ പുതിയൊരു അധ്യയന വർഷം എന്നുള്ളത് നമ്മുടെ വിദ്യാർത്ഥികളെ അവർ നേരിടുന്ന നമ്മുടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ, അതായത് അവർ നേരിടുന്ന വെല്ലുവിളികൾ, അതിൽ നിന്ന് അവരെ മോചിപ്പിക്കാനുള്ള ഒരു ഉറച്ച തീരുമാനം നമ്മൾ ഓരോരുത്തരും ഈ ഒരു പുതിയ അധ്യയന വർഷം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ നാളത്തെ പൗരന്മാരാണ്. അവർ വളർന്നു വരുമ്പോൾ അവർക്ക് നല്ല നിയമബോധവും ഒരു പ്രകൃതി സംരക്ഷണം, അതായത് പ്രകൃതിയോടുള്ള ഒരു സ്നേഹവും അതുപോലെ തന്നെ നമ്മുടെ ഒരു സാമൂഹിക വ്യവസ്ഥയോടുള്ള ഒരു ബഹുമാനവും ഉണ്ടെങ്കിൽ മാത്രമേ അവർ നല്ല രീതിയിൽ വളർന്നു വരുള്ളൂ എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അത്തരത്തിൽ ഇവിടെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും നമുക്ക് അത്തരത്തിൽ വളരെ നല്ല രീതിയിൽ അവരുടെ ഭാവി ശോഭനമാക്കുന്നതിന് വേണ്ടി, അവരെ നല്ല പൗരന്മാരായി വളർത്തുന്നതിന് വേണ്ടി
അവർക്ക് നല്ല രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നൽകി അവരെ ഭാവിയുടെ പടികൾ ചവിട്ടി കയറുന്നതിന് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. കൈരളി ക്യാമ്പസ് പ്രതിനിധിയും ചില്ലീസ് ഫെയിം താരവുമായ അർവിഷ് അമീർ വിശിഷ്ടാതിഥിയായി. സ്കൂൾ പ്രിൻസിപ്പൽ സുകന്യ ശിവൻ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് സജിത്ത് അധ്യക്ഷത വഹിച്ചു. തണൽ വടകര പ്രസിഡന്റ് റഫീഖ് എഞ്ചിനീയർ, തണൽ വനിതാ വിംഗ് പ്രസിഡന്റ് ജമീല ഖാദർ, വൊക്കേഷണൽ സെന്റർ PTA പ്രസിഡന്റ് രജിത സുനിൽ, തണൽ കമ്മിറ്റി അംഗം ഹമീദ്, മുസ്തഫ മുട്ടുങ്ങൽ, നൌഫൽ മണ്ടോടി എന്നിവർ ആശംസകൾ നേർന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. വൊക്കേഷണൽ സെന്റർ ഇൻചാർജ് നീതു കെ നന്ദി രേഖപ്പെടുത്തി. നമ്മുടെ ശ്രീശങ്കരാചാര്യാണ്. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ